بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. القاعدة العثمانية عثماني قاعدة الدرس الثاني عشر പന്ത്രണ്ടാമത്തെ പാഠമാണ് അശ്ശദ്ദ മഅൽ മദ്, മദ്ദോട് കൂടിയുള്ള ശദ്ദ. അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഷദ്ദോടൊപ്പം ഫത്ഹ കസ്റ ലമ്മ, അതോടൊപ്പം അതിനുശേഷം ഷദ്ദും തൻവീനും. ഇന്നത്തെ ക്ലാസ് മദ്ദോട് കൂടിയുള്ള ശബ്ദയാണ്. അൽ അംസിലത്തു മിനൽ ഖുർആൻ, ഖുർആനിലെ ഉദാഹരണങ്ങൾ. ഖായിദയിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യത്തെ അക്ഷരം ബ, صاد فتحة صا، با شدة فتحة ألف مدة صبا، راء كسرتين صبار، وقف ചെയ്യുമ്പോൾ صبار. അവിടെ ഷദ്ദും മദ്ദും ഒരുമിച്ച് കൂടി. ബായിൽ നമുക്ക് കാണാം ഷദ്ദുമുണ്ട് മദ്ദുമുണ്ട്. ഇനി മദ്ദിയ. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. റാ ഫത്ഹ റാ, ബാ ഷദ്ദ കസ്റ, യാ മദ്ദ. ഉച്ചാരണം റബ്ബി. അടുത്ത ഉദാഹരണം ഷദ്ദും വാവ് മദ്ദയുമാണ്. ത ലമ്മ തു, ഹ കസ്റ ഹി, ബാ ഷദ്ദ ലമ്മ വാവ് മദ്ദ. തുഹിബ്ബു, നൂൻ ഫത്ഹ തുഹിബ്ബൂന, വഖഫ് ചെയ്യുമ്പോൾ തുഹിബ്ബൂൻ. അടുത്ത അക്ഷരം ജീം. നജ്ജാന, നുനജ്ജീക നുനജ്ജീക്. തുഹാജ്ജൂന തുഹാജ്ജൂൻ. അടുത്ത അക്ഷരം ദാൽ. തറദ്ദ, യഹിദ്ദി, റുദ്ദു. അത് മൂന്നും മദ്ദിയായ യാ വാ അവസാനം വന്നതിനാൽ നീട്ടി തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. അടുത്ത അക്ഷരം സീൻ. ദസ്സാഹ, ഖിസ്സീസീൻ. ഷദ്ദുള്ള കസ്റും യാ മദ്ദയും. തഹസ്സൂനഹും, ഷദ്ദുള്ള ലമ്മ വാവ് മദ്ദ. അടുത്ത അക്ഷരം ലാദ്. നല്ലാഹതാൻ നല്ലാഹതാൻ. യഗുല്ലൂന, വഖഫ് ചെയ്യുമ്പോൾ യഗുല്ലൂൻ. അടുത്ത അക്ഷരം ഫ. അഫാകിൻ അഫാക്. യുവഫീഹിമു യുവഫീഹിം. ലമുവഫൂഹും. ഷദ്ദുള്ള അക്ഷരവും അതോടൊപ്പം ഫത്ഹയും, ഫത്ഹിനെ നീട്ടാൻ അലിഫ് മദ്ദ. ശേഷം ഷദ്ദും കിസ്റയും, കിസ്റിനെ നീട്ടാൻ യാ. ശേഷം ഷദ്ദും ലമ്മയും, ലമ്മിനെ നീട്ടാൻ വാവ്. ഈ രൂപത്തിലാണ് ഉദാഹരണം.